എൽനിനോ ഇക്കൊല്ലം പാതിയോടെ എത്തിയേക്കുമെന്ന ഐക്യരാഷ്ട്രസഭയുടെ ലോക കാലാവസ്ഥാ സംഘടന. ഇതിന്റെ ഭാഗമായി മെയ് ആദ്യം മുതൽ ജൂലൈ വരെയുള്ള സമയത്ത് എൽനിനോ പ്രതീക്ഷിക്കാം. ഇതുമൂലം കാറ്റ്, അന്തരീക്ഷമർദ്ദം, മഴയുടെ ക്രമം എന്നിവയ്ക്ക് മാറ്റമുണ്ടാകും. ലോകത്തെ കാലാവസ്ഥകളിൽ വളരെ വ്യത്യാസം വരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ എന്തും സംഭവിക്കാം. മഴ കുറയും, വരൾച്ചയ്ക്ക് കാരണമാകും. കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നതനുസരിച്ച് എൽനിനോ അവസ്ഥകൾ തിരിച്ചു വരുന്നുവെന്നാണ്. അതെ, അന്തരീക്ഷതാപം കൂട്ടുന്ന കാലാവസ്ഥാ പ്രതിഭാസമായ എൽനിനോ ഇക്കൊല്ലം പകുതിയോടെ എത്തിയേക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ലോക കാലാവസ്ഥാ സംഘടന അറിയിക്കുന്നത്. മെയ് ആദ്യം മുതൽ ജൂലൈ വരെയുള്ള സമയത്ത് എൽനിനോ പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തേത് കടുത്തേക്കുമെന്നാണ് സൂചനകൾ. പസഫിക് സമുദ്രത്തിലെ ഭൂമധ്യരേഖാ പ്രദേശത്ത് സമുദ്രോപരിതലത്തിലെ താപനില അസാധാരണമായി കൂടുന്ന പ്രതിഭാസമാണ് എൽനിനോ. ഇതുമൂലം കാറ്റ്, അന്തരീക്ഷമർദ്ദം, മഴയുടെ ക്രമം എന്നിവയെല്ലാം താളം തെറ്റും. എൽനിനോ ഇന്ത്യൻ മൺസൂണിനെ ദുർബലമാക്കുമെന്നും പറയുന്നുണ്ട്. ഇതുകാരണം മഴ കുറയുകയും വരൾച്ചാ സാഹചര്യം ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. എൽനിനോ, ലാനിന എന്നിവ മാറി മാറിയാണ് വരാറ്. 2 മുതൽ 7 വരെ വർഷം ഇടവേളകളിലാണ് എൽനിനോ ഉണ്ടാകുന്നത്. 9 മുതൽ 12 മാസം വരെ നീണ്ടുനിൽക്കും ഇതിന്റെ കാലാവധി. ഇതിനു മുമ്പുണ്ടായ ദൈർഘ്യമേറിയ എൽനിനോ 2023 അത് റെക്കോർഡിട്ട ചൂടായിരുന്നു. രണ്ടാമത്തെ വർഷവും 2024 കടുത്ത ചൂടാണ് അനുഭവപ്പെട്ടത്. അങ്ങനെയെങ്കിൽ 2026 പകുതി മുതൽ 2027 സീസൺ വരെ നീണ്ടുനിൽക്കുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് ഇപ്പോഴുള്ളത്. യൂറോപ്യൻ കാലാവസ്ഥാ വിശകലന പ്ലാറ്റ്ഫോമുകളും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. കൂടാതെ കാലാവസ്ഥയിൽ ഇടയ്ക്കിടെ തീവ്രവുമായ ഉഷ്ണതരംഗങ്ങൾ, വരൾച്ച, കാട്ടുതീയെല്ലാം പ്രതീക്ഷിക്കാം. എൽനിനോ എന്നത് ആഗോള ശരാശരി താപനില സാധാരണയേക്കാൾ കൂടുതലായിരിക്കും രേഖപ്പെടുത്തുക. ലോകമെമ്പാടുമുള്ള മഴയുടെ രീതികളെ ഈ പ്രതിഭാസം മാറ്റിമറിക്കും. ചില പ്രദേശങ്ങളിൽ കൂടുതൽ ഈർപ്പമുള്ള അവസ്ഥയായിരിക്കും. ചില പ്രദേശങ്ങളിൽ കൂടുതൽ വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടാം. ഇന്ത്യയിൽ അനുഭവപ്പെട്ട കഴിഞ്ഞ നിരവധി മൺസൂൺ വരൾച്ചകൾ ഭൂമധ്യരേഖ പസഫിക് സമുദ്രത്തിലെ എൽനിനോ അവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.